മരക്കൊമ്പിലേക്ക് പടർന്നു കയറിയ വള്ളിച്ചെടികളെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ടാവും? കാണാൻ ഭംഗിയുണ്ടാവും. ചില ചെടികൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചില ചെടികൾ ആ മരക്കൊമ്പ് മുഴുവനായിട്ട് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഹെയർ ബാൻഡ് ബേസിൽ ഒരു വള്ളിച്ചെടി പടർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ നല്ല രീതിക്ക് പടർന്ന് കയറി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലൊരു ഫ്ലവർ കൂടി വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു വള്ളിച്ചെടിയിൽ വയലറ്റ് പൂക്കളെ വിരിയിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഇലകൾക്കിടയിലും ഓരോരോ കുഞ്ഞു കുഞ്ഞു പൂവുകൾ വിരിയാൻ തുടങ്ങി കേട്ടോ. വിരിഞ്ഞു. ആ ഒരു വള്ളിച്ചെടി പൂത്തുലഞ്ഞു. മുഴുവനായിട്ടും വയലറ്റ് പൂക്കളെ കൊണ്ട് നിറഞ്ഞു. നിറഞ്ഞു നിന്നപ്പോൾ എനിക്കതിൽ എന്തോ ഒരു കുറവുള്ളത് തോന്നി. മറ്റൊന്നുമല്ല, ഇതിലൊരു കുഞ്ഞു പൂമ്പൊടി കൂടെ വേണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഞാനൊന്നും ആലോചിച്ചില്ല. ഒരു കുഞ്ഞു ബീഡെടുത്തിട്ട് ഇതിൻ്റെ നടുവിലേക്ക് ഒട്ടിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഒട്ടിച്ച് വെക്കുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക. അല്ല എങ്കിൽ ഈ ഒരു ഗമ്മോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗമ്മോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഈ പൂ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു ചെടി പെട്ടെന്ന് നശിച്ചു പോകുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ? അതേപോലെ ആയിരിക്കും ഈ ഇതും കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ കാര്യം സാധനം നശിച്ചു പോകുമ്പോൾ ഒരു സങ്കടമായിരിക്കും. പെട്ടെന്ന് നശിച്ചു പോകുമ്പോൾ സങ്കടം കുറച്ചധികം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുക. ഗ്ലൂ ഗണ്ണ് വാങ്ങുമ്പോഴും ശ്രദ്ധിക്കണം. അതിൽ ക്വാളിറ്റി ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ഗമ്മും ഉണ്ടാവും. അതുകൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വാങ്ങുക, യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട് വള്ളിച്ചെടിയിൽ നിറയെ പൂത്ത് നിൽക്കുന്ന വയലറ്റ് പൂക്കൾ? നല്ല ഭംഗിയല്ലേ കാണാൻ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബബൈ. ബബൈ പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഈ ഒരു ഹെയർ ബാൻഡ്, ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.